നമസ്കാരം. കേരളം വിധി എഴുതുന്നു. വോട്ടെടുപ്പ് സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കേരളത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. രാവിലെ 6 മണി മുതൽ തന്നെ വോട്ടർമാർ ബൂത്തിലെത്തി തുടങ്ങിയിരുന്നു. 2.71 കോടി വോട്ടർമാർ 883 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 5000 ബൂത്തുകളാണ് കൂടുതലുള്ളത്. ഒരു ബൂത്തിൽ പരമാവധി 1200 വോട്ടർമാർ മാത്രമാണ് ഉള്ളത്. പോളിംഗ് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടികൾ. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ പ്രചരണ പരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തുണ്ടായിരുന്നു. കന്നി വോട്ടർമാരെ മധുരം നൽകിയാണ് സ്വീകരിക്കുക. വൈകിട്ട് 6 മണിക്ക് ക്യൂവിലുള്ള എല്ലാവർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.75% പോളിംഗ്. മോക്ക് പോളിംഗിനിടെ പലയിടത്തും വോട്ടർ മെഷീൻ തകരാറിലായിരുന്നു. മെഷീനിലെ പ്രശ്നം പരിഹരിച്ച ശേഷമാണ് മോക്ക് പോളിംഗ് ആരംഭിച്ചത്. ഉടുമ്പൻചോലയിൽ 3 ബൂത്തുകളിൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ പണിമുടക്കി. നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂൾ 104 നമ്പർ ബൂത്തിലും ശാന്തിഗ്രാമം സെൻട്രൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 117 നമ്പർ ബൂത്തിലെയും ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂൾ 115 നമ്പർ ബൂത്തിലെയും വോട്ടിംഗ് യന്ത്രങ്ങളാണ് പണിമുടക്കിയത്. മോക്ക് പോളിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. VVPAT മെഷീനുകൾ മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 6:30യോടെയാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിൽ എത്തിയത്. വരി നിന്ന് 3ാമത്തെ വോട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. BJPയുടെ കേരളത്തിലെ വിജയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് സർപ്രൈസ് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ശോഭാ സുരേന്ദ്രൻ വോട്ടിന് പണം വാങ്ങി എന്ന ആരോപണത്തെക്കുറിച്ച് ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ശോഭയെപ്പോലുള്ളവരുടെ മുന്നേറ്റം തടയാൻ ചിലർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അത്തരം ചെപ്പടി വിദ്യയൊന്നും ഇവിടെ വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ മൈക്ക് വന്ന് താഴ്ത്തോ. ജയിച്ചോ തൃത്താല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാം വോട്ട് രേഖപ്പെടുത്തി. തന്റെ വീടിനടുത്തുള്ള ബൂത്തിൽ അതിരാവിലെ തന്നെ എത്തിയ അദ്ദേഹം ബൂത്തിലെ ആദ്യ വോട്ടർമാരിൽ ഒരാളായാണ് വോട്ട് ചെയ്തത്. വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹം തന്റെ വിജയപ്രതീക്ഷ പങ്കുവച്ചു. ഒന്നാമനായി വോട്ട് രേഖപ്പെടുത്തി ഈ പോരാട്ടത്തിൽ ഒന്നാമനായി തന്നെ ഫിനിഷ് ചെയ്യും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ശേഷം ഇക്കുറി തൃത്താലയിലെ ജനങ്ങൾ തന്നെ കൈവിടില്ലെന്നും മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നുകൂടിയാണ് തൃത്താല. LDFന് വേണ്ടി സിറ്റിംഗ് MLAയും മന്ത്രിയുമായ MB രാജേഷും UDFന് വേണ്ടി VT ബൽറാമുമാണ് നേർക്കുനേർ പോരാടുന്നത്. BJPക്ക് വേണ്ടി V ഉണ്ണികൃഷ്ണനും രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ 3000-ഓളം വോട്ടുകൾക്കാണ് ബൽറാം പരാജയപ്പെട്ടത്. ഇക്കുറി ഭരണവിരുദ്ധ വികാരവും വ്യക്തിപരമായ ബന്ധങ്ങളും തുണയ്ക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 157, 159 ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളാക്കി. കേന്ദ്ര സായുധ സേനയുടെ നിയന്ത്രണത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF, LDF പ്രവർത്തകർ തമ്മിൽ സംഘട്ടനം നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ സുരക്ഷ ഈ ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്. LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 135 നമ്പർ പോളിംഗ് വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 6 മണിയോടെ കുടുംബസമേതമാണ് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. വരി നിന്ന് 5ാമത്തെ വോട്ടാണ് ഇവർ രേഖപ്പെടുത്തിയത്. കേരളത്തിൽ LDFന് തുടർ ഭരണം ഉറപ്പാണെന്ന് അവർ ശുഭപ്രതീക്ഷ പങ്കുവച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുകയും ഒരു തുടർ ഭരണത്തിന് ഈ കേരള ജനത വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് വീണ്ടും കേരള ഭരണം നിലനിർത്തും. നാടിൻ്റെ നന്മയ്ക്കും ജനക്ഷേമ വികസനങ്ങൾക്കും ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ തൊട്ടറിഞ്ഞ് ഈ സർക്കാർ വീണ്ടും കേരളത്തിൽ തുടർഭരണം വരും. എല്ലാവർക്കും വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BDJSലെ KR റജിൽ കടവല്ലൂർ പഞ്ചായത്തിലെ 43 നമ്പർ ബൂത്തായ അക്കിക്കാവ് TMVHS സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 7 മണിക്ക് തന്നെ സഹധർമ്മിണി ദീപികയോടൊപ്പം ബൂത്തിലെത്തിയ റജിൽ അരമണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. അപ്രതീക്ഷിതമായി ലഭിച്ച സ്ഥാനാർത്ഥിത്വവും ചുരുങ്ങിയ പ്രചരണ സമയവുമാണ് ലഭിച്ചതെങ്കിലും മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്താൻ സാധിച്ചതിൽ സന്തോഷവും വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കുന്നംകുളത്ത് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ NDA നിർണായക ശക്തിയായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. പെരുമ്പിലാവ് മേഖലയിലെ രാവിലെ തന്നെ വലിയ തിരക്കാണ് കാണാനായത്. എന്നാൽ ഇവിടെയും പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യന്ത്രത്തകരാർ അക്കിക്കാവ് ആൽത്തറ സ്കൂളിലെ 49 നമ്പർ ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. രാവിലെ പോളിംഗിന് മുമ്പ് നടത്തിയ മോക്ക് പോളിംഗിൽ യന്ത്രത്തകരാർ കണ്ടെങ്കിലും ഇത് പരിഹരിച്ച് വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും യന്ത്രം പണിമുടക്കിയത്. തകരാർ പരിഹരിച്ച് വീണ്ടും വോട്ടിംഗ് ആരംഭിച്ചു. തകരാർ കാരണം നീണ്ട നിരയാണ് 49 നമ്പർ ബൂത്തിൽ അനുഭവപ്പെട്ടത്. കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ഏരമംഗലം ALP സ്കൂളിലെ 214 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വലിയ ശുഭപ്രതീക്ഷയോടെയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ഇക്കുറി ഭരണം മാറ്റം ഉണ്ടാകുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. ഞാൻ കുന്നംകുളം സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തി വോട്ട് ചെയ്തു. ഇനി കുന്നംകുളത്തേക്ക് പോവുകയാണ്. ഇവിടെയും കുന്നംകുളത്തും തവനൂരും ഒക്കെ നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഏതായാലും ഇത്തവണ UDF 100-ൽ പരം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരും. 100-ൽ കൂടുതൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. കേരളത്തിലെ ജനങ്ങൾ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ വെറുത്തിരിക്കുകയാണ്. അത് വോട്ടായി പ്രതിഫലിക്കും എന്നുള്ളത് ഞങ്ങളുടെ വിചാരം, ഞങ്ങളുടെ ധാരണ. അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കും. ശബരിമല അയ്യപ്പനടക്കം കക്കാൻ ശ്രമിച്ചവര്, കുട്ടികളിൽ രാസലഹരി കഴിഞ്ഞ 10 വർഷമായി പടർത്തിയവർ, അതുപോലെ തന്നെ കരുവന്നൂരൊക്കെ കേരളം ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ട് UDFന് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് UDFനെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെട്ടു. വടക്കേക്കാട് പഞ്ചായത്ത് ഞമ്മനേങ്ങാട് ഓൾഡ് ALP സ്കൂളിൽ EV മെഷീൻ തകരാറിലായി. കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിച്ചെങ്കിലും വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ ആദ്യം 88-ാം ബൂത്തിൽ മെഷീൻ തകരാറിലായിരുന്നു. പിന്നീട് അരമണിക്കൂർ എടുത്ത് പ്രശ്നം പരിഹരിച്ചെങ്കിലും 87-ാം നമ്പർ ബൂത്തിലും തകരാറുണ്ടായി. ഈ സമയങ്ങളിൽ വലിയ തിരക്കാണ് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നത്. മെഷീൻ തകരാറിലായതോടെ പലരും തിരിച്ചു പോകുന്നതും കാണാമായിരുന്നു. സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ AL അംഗൻവാടിയിലെ 151 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പത്നി ആനന്ദവല്ലിയോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ സന്തോഷമായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ സാധ്യമാകുന്ന കാര്യം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ മണ്ഡലം SDPI സ്ഥാനാർത്ഥി KV അബ്ദുൾ നാസർ പരൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ ഈസ്റ്റ് പാർട്ട് 26-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് തന്നെ സ്കൂളിൽ എത്തി വരിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. സാഹിത്യകാരൻ ഹക്കീം വെളിയത്തിനൊപ്പമാണ് അദ്ദേഹം എത്തിയത്. കടവല്ലൂർ പഞ്ചായത്തിലെ CMLP സ്കൂൾ കരിക്കാട് ബൂത്ത് നമ്പർ 35-ൽ BK ഹരിനാരായണൻ വോട്ട് രേഖപ്പെടുത്തി. കേരളം വിധിയെഴുതുകയാണ്. 23 ദിവസത്തെ പ്രചരണങ്ങൾക്കൊടുവിൽ കേരളം വിധിയെഴുതുമ്പോൾ 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ് ഈ ഒരു വോട്ടെടുപ്പിനെ കാണുന്നത്.
തുടർ ഭരണ പ്രതീക്ഷയിലാണ് LDF. അതോടൊപ്പം തന്നെ ഭരണമാറ്റം ലഭിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. എന്തൊക്കെ സർപ്രൈസുകളൊക്കെയോ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള ഒരു രീതിയിലാണ് BJPയും ഈ ഒരു വോട്ടെടുപ്പിനെ കാണുന്നത്. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തുകളിൽ നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായി. മണിക്കൂറുകൾ തന്നെ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള പോളിംഗ് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എരുമപ്പെട്ടിയിൽ നിന്നും ബ്യൂറോ റിപ്പോർട്ടർ റഷീദ് ചേരുന്നു. റഷീദ്, രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ? വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ചയാണ് എരുമപ്പെട്ടി മേഖലയിൽ നിന്നും ദൃശ്യമാകുന്നത്. നേരത്തെ റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂടിന്റെ ഒരു കാഠിന്യം ഉണ്ട് എന്ന് നമുക്കറിയാം. രാവിലെ 9 മണിക്ക് ശേഷം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചൂടും വെയിലും ഒക്കെയാണ് അനുഭവപ്പെടുന്നത്. ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലരെയും ക്ഷീണിതയാക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ഇതുകൊണ്ടൊക്കെയാവാം വളരെ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനുള്ള ഒരു സാഹചര്യം കാണുന്നത്. അതേസമയം തന്നെ എരുമപ്പെട്ടി, വേലൂർ, തയ്യൂർ മേഖലകളിൽ പല ബൂത്തുകളിലും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാവുകയും അരമണിക്കൂറോളം വോട്ട് ചെയ്യാൻ വൈകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതുപോലെ തന്നെ എരുമപ്പെട്ടി മേഖലയിൽ 157, 159 ബൂത്തുകൾ അതീവ സുരക്ഷയോടെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF, UDF തമ്മിൽ ഒരു സംഘർഷം അവിടെ നടന്നിരുന്നു. ഈ ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കേന്ദ്ര സായുധ സേനയടക്കം അവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 5% പോളിംഗ് നടന്നു എന്നാണ് അതിരാവിലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേലൂർ തയ്യൂർ സ്കൂളിലെ 192 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 40 മിനിറ്റിലധികമായി വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ്.
തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് വോട്ട് ചെയ്ത ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. UDF തരംഗം 100-ലധികം സീറ്റ് നേടും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. 3 പ്രാവശ്യം ജയിച്ചു, 4ാമതും ജയിക്കും. സർവേകളിൽ താൻ തോൽക്കും എന്ന് കണ്ടു. ജനങ്ങളെ സർവേ എനിക്കറിയാമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ 4ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിലെ കേസരി മെമ്മോറിയൽ കോളേജിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്തു. 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് VD സതീശൻ വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചു. തൃത്താലയിൽ UDF സ്ഥാനാർത്ഥി VT ബൽറാം തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. പട്ടിത്തറ പഞ്ചായത്തിലെ 83ാം നമ്പർ ബൂത്തായ ഒതളൂർ അങ്കണവാടിയിലെത്തിയ അദ്ദേഹം ബൂത്തിലെ ആദ്യ വോട്ടറായാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ച ഉടൻ തന്നെ അദ്ദേഹം ബൂത്തിലെത്തിയിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം തൃത്താലയിൽ വലിയ വിജയപ്രതീക്ഷയുണ്ടെന്ന് പ്രതികരിച്ചു. മണ്ഡലത്തിലെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. മന്ത്രി MB രാജേഷും VT ബൽറാമും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന തൃത്താലയിൽ ഇത്തവണ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് പ്രാഥമിക സൂചനകൾ. മണ്ഡലത്തിലെ 2.4 ലക്ഷം വോട്ടർമാരും തങ്ങളുടെ വിധി രേഖപ്പെടുത്താൻ 218 ബൂത്തുകളിലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP SDPI സ്ഥാനാർത്ഥികളും സജീവമായി രംഗത്തുള്ളതിനാൽ ഇത്തവണത്തെ മത്സരം അതീവ നിർണായകമാണ്. വൈകുന്നേരം 6 മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുക. ആലങ്കോട് ലീലാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തി. കവിയും സാഹിത്യകാരനും തൃശൂർ നിയമസഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പൊന്നാനി മണ്ഡലത്തിലെ 118ാം നമ്പർ പോളിംഗ് സ്റ്റേഷനായ ആലങ്കോട് പന്താവൂർ ജനതാ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. ജനങ്ങൾ മാറ്റത്തിനും വികസനത്തിനുമുള്ള വിധി രേഖപ്പെടുത്തുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. അതേസമയം തന്നെ സമാധാനപരവും ഉത്സാഹപൂർവ്വവുമായ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇത്തവണ യുവ വോട്ടർമാരെ കൂടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മധുരം നൽകിക്കൊണ്ടാണ് യുവ വോട്ടർമാരെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് സ്വീകരിക്കുന്നത്. ഓരോ പൗരനും കൃത്യമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. ഗുരുവായൂർ മേഖലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുബൈർ ചേരുന്നു. സുബൈർ, ഗുരുവായൂർ മേഖലയിൽ എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? ഏതെങ്കിലും ബൂത്തുകളിൽ യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രാവിലെ തന്നെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ?
ഗുരുവായൂർ മേഖലയിൽ നിന്ന് സുബൈറാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ മേഖലയിൽ മികച്ച രീതിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂർ മേഖലയിൽ ഇതുവരെ യന്ത്ര തകരാറുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിരയാണ് പല ബൂത്തുകളിൽ നിന്നും നമുക്ക് കാണാനാവുന്നത്. ഇരുപത്തിമൂന്ന് ദിവസത്തെ പ്രചരണങ്ങൾക്കൊടുവിലാണ് ജനങ്ങൾ വിധി എഴുതാനായി പോളിംഗ് ബൂത്തുകളിൽ വരിയും നിരയുമായി നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു നീണ്ട നിര എല്ലാ ബൂത്തുകളിൽ നിന്നും നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. പല ബൂത്തുകളിലും രാവിലെ 6:30 മുതൽ തന്നെ പൊതുജനങ്ങൾ വരി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായത്. വോട്ട് ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം തന്നെ അപൂർവം ചില ബൂത്തുകളിൽ നിന്ന് യന്ത്ര തകരാറുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ നേരത്തെ വോട്ടിംഗ് കേന്ദ്രത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്താൻ തങ്ങളുടെ ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും ദൃശ്യമാവുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് LDF വോട്ട് പിടിക്കുന്നത് എങ്കിൽ അഴിമതിയും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും മുന്നിലേക്കിട്ടുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന വലിയ ശുഭപ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാകുമ്പോൾ 10 വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും ജനങ്ങൾ തങ്ങളെ കൈവിടില്ല എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDFും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതേസമയം തന്നെ BJPക്ക് വലിയ ശക്തി തെളിയിക്കാൻ കഴിയും എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നാണ് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. വലിയ ഡീൽ ആരോപണങ്ങളെല്ലാം ചർച്ചയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ അവസാന വിധിയെഴുത്താണ് ഇന്ന് നടക്കുന്നത്. വോട്ടിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ കൂട്ടമായി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കുന്നംകുളം മേഖലയിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ പ്രതിനിധി വിഷ്ണു ചേരുന്നു. വിഷ്ണു, കുന്നംകുളത്ത് എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? യന്ത്ര തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് തുടങ്ങാനായിട്ടുണ്ടോ? എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുന്നംകുളം മേഖലയിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ കൂട്ടത്തോടെ വരുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുമ്പോൾ 4.40% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ നിരയാണ് ബൂത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
ചൂടിൻ്റെ കാഠിന്യം കൂടുതലാണ് എന്ന് നമുക്കറിയാം. 9 മണിക്ക് ശേഷമാകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം വോട്ടർമാർ വളരെ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ, താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം തങ്ങളുടെ ബൂത്തുകളിലെത്തി വോട്ടുകൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു തീവ്ര പരിശ്രമത്തിൽ കൂടിയാണ് സ്ഥാനാർത്ഥികളും. നേരത്തെ വേലൂരിൽ 192 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് റിപ്പോർട്ട് ചെയ്തിരുന്നു. 40 മിനിറ്റോളം അവിടെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിരുന്നു. 35 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. അതേസമയം തന്നെ യന്ത്ര തകരാർ ഇപ്പോൾ പരിഹരിച്ച് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. കാരണം ആ മണ്ഡലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 7 മണി വരെ നീളും. 7 മണിക്ക് മുൻപ് തന്നെ മണ്ഡലത്തിലെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ ഒരു നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. LDF സ്ഥാനാർത്ഥിയായ മന്ത്രി MB രാജേഷും UDF സ്ഥാനാർത്ഥിയും മുൻ തൃത്താല MLAയുമായിരുന്ന VT ബൽറാം തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് തൃത്താല സാക്ഷ്യം വഹിക്കുന്നത്. BJP സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറവും പിടിക്കുന്ന വോട്ടുകൾ ഇത്തവണ തൃത്താലയിലെ അന്തിമ ഫലത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. കഴിഞ്ഞ തവണത്തെ ചെറിയ ഭൂരിപക്ഷം കണക്കിലെടുക്കുമ്പോൾ ഈ രണ്ട് പാർട്ടികൾക്കും ലഭിക്കുന്ന ഓരോ വോട്ടും വലിയ മുന്നണികളുടെ വിജയ സാധ്യതകളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് എന്നാണ് വിലയിരുത്തൽ. ഏകദേശം 2.3 ലക്ഷം വോട്ടർമാരാണ് മണ്ഡലത്തിൽ ജനവിധി നിശ്ചയിക്കുന്നത്. മണ്ഡലത്തിലുടനീളമുള്ള 218 പോളിംഗ് ബൂത്തുകളിലും സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പ്രശ്നബാധിത സാധ്യതയുള്ള ബൂത്തുകളുടെ പട്ടികയിൽ തൃത്താലയിലെ ചില കേന്ദ്രങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗും കേന്ദ്രസേനയുടെ കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത ചൂടിനെ വകവയ്ക്കാതെ വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം വളരെ ഉയരുമെന്നാണ് ലഭിക്കുന്ന സൂചന. വികസന തുടർച്ചയും രാഷ്ട്രീയ മാറ്റവും ഒരുപോലെ ചർച്ചയാകുന്ന തൃത്താലയുടെ യഥാർത്ഥ ചിത്രമറിയാൻ എന്തായാലും മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. ഓരോരുത്തരും തങ്ങളുടെ സമ്മതിദാന അവകാശം ആർക്കാണ് വിനിയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മെയ് 4-ാം തീയതി ഒരു റിസൾട്ട് അറിയാം. എന്തായാലും മുഴുവൻ വോട്ടർമാരും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വലിയ ശുഭപ്രതീക്ഷയാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാക്കുന്നത്. പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്നുള്ള ഒരു സൂചനയും ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രാവിലെ തന്നെ ചില ബൂത്തുകളിൽ യന്ത്ര തകരാർ ഉണ്ടായെങ്കിലും വളരെ വേഗം തന്നെ അത് പരിഹരിച്ച് വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവ വോട്ടർമാരെ ആകർഷിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുത്ത പോളിംഗ് ബൂത്തുകളിൽ മധുര വിതരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഘോഷയാത്ര വരെ ഇന്നലെ നടത്തിയിരുന്നു. സമ്മതിദാനം അവകാശം എല്ലാവരും കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ഒരു നിർണായക വിധി നിർണയമാണ് ഇന്ന് നടക്കുന്നത്. എങ്ങനെയാണ് ജനങ്ങൾക്ക് നൽകുന്ന കുറ്റമറ്റ സേവനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ജനങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളിലെ കോട്ടം, ഇതെല്ലാം ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ജനങ്ങൾ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. കേവലം വളരെ കുറച്ച് ദിവസമാണ് പ്രചരണത്തിനായിട്ട് ഇത്തവണ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത്. 23 ദിവസം മാത്രമാണ് ഓരോരുത്തർക്കും തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനായിട്ട് ലഭിച്ച ദിവസം എന്ന് പറയുന്നത്. എന്നാൽ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട്
മുന്നണികളെല്ലാം തന്നെ വളരെ കൃത്യമായി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും സജീവമായി വോട്ടർമാരിലേക്ക് എത്തുകയും തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ആത്മവിശ്വാസം മുന്നണികൾക്ക് എല്ലാമുണ്ട്. ഭരണമാറ്റമാണോ ഭരണ തുടർച്ചയാണോ കേരളത്തിൽ ഉണ്ടാവുക എന്ന ഉറ്റുനോക്കുന്ന ഒരു വലിയ വിധിയെഴുത്തുകൂടിയാണ് ഇന്ന് നടക്കുന്നത്. സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഓരോ മുന്നണികളും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആണ് ഇത് എന്ന് വേണം വിലയിരുത്താൻ. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ ജനങ്ങളും തങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി ആരിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കൂട്ടത്തോടെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വടക്കേക്കാട് 82-ാം ബൂത്ത് വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ EV മെഷീൻ തകരാറിലായി. 7 മണിക്ക് അവിടെ പോളിംഗ് ആരംഭിച്ചെങ്കിലും ആദ്യ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ തന്നെ മെഷീൻ തകരാർ കാണിക്കുകയായിരുന്നു. പിന്നീട് ഏകദേശം ഒരു 45 മിനിറ്റ് സമയമെടുത്താണ് പ്രശ്നം പരിഹരിച്ചത്. ഇത്തരത്തിൽ പല ബൂത്തുകളിൽ നിന്നും ചെറിയ തോതിൽ യന്ത്ര തകരാറുകൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു തകരാർ കാണുന്നത്. എന്നാൽ അരമണിക്കൂർ 3/4 മണിക്കൂറിന് ശേഷം തന്നെ വളരെ പെട്ടെന്ന് യന്ത്ര തകരാർ പരിഹരിച്ച പിന്നീട് വോട്ടിംഗ് വളരെ സുഗമമായി നടക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ പല ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ചൂടിൻ്റെ കാഠിന്യമൊക്കെ വളരെ നല്ല രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സമയമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാവിലെ വളരെ നേരത്തെ എത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 8.30% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വലിയൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് മുന്നണികൾക്ക് നൽകുന്നത്. രാവിലെ തന്നെ മികച്ച പോളിംഗ് നടക്കുന്നു എന്നാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. ചാവക്കാട് മേഖലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഹാരിസ് ചേരുന്നു. ഹാരിസ്, ചാവക്കാട് മേഖലയിൽ ബൂത്തുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. രാവിലെ തന്നെ പൊതുവെ കൂട്ടത്തോടെ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് പല ബൂത്തുകളിൽ നിന്ന് നമുക്ക് ദൃശ്യമായത്. പ്രത്യേകിച്ച് ചാവക്കാട് യന്ത്ര തകരാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വോട്ടെടുപ്പ് ആരംഭിക്കാൻ സമയം വൈകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? ചാവക്കാട് നിന്ന് ഹാരിസാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചാവക്കാട് മേഖലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതുവരെ യന്ത്ര തകരാറോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് ആളുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ചാവക്കാട് ബൂത്തുകളിൽ നിന്ന് ദൃശ്യമാകുന്നത്.
പ്രശ്നബാധിത മേഖല കൂടിയാണ് ചാവക്കാട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പോലീസിന്റെ ശക്തമായിട്ടുള്ള സുരക്ഷയുള്ള ഒരു മേഖല കൂടിയാണ്. എങ്കിലും ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ നിര തന്നെ ചാവക്കാട് പല ബൂത്തുകളിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ തന്നെ ആളുകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃത്താല. തൃത്താലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശിവപ്രസാദ് ചേരുന്നു. ശിവപ്രസാദ്, എന്താണ് തൃത്താലയിലെ വിവരങ്ങൾ? വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നുണ്ടോ? എല്ലാവരും ഉറ്റുനോക്കുന്ന ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. മുൻ മന്ത്രിയും അതുപോലെ തന്നെ മുൻ MLA-യുമായ VT ബൽറാമും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് മത്സരമാണ് തൃത്താലയിൽ നടക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? ഏതെങ്കിലും രീതിയിലുള്ള യന്ത്ര തകരാറോ മറ്റു അനിഷ്ട സംഭവങ്ങളോ അവിടെ ഉണ്ടായിട്ടുണ്ടോ? കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃത്താല മണ്ഡലം. മുൻ മന്ത്രിയും അതുപോലെ തന്നെ മുൻ MLA-യുമായ VT ബൽറാമും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃത്താല മണ്ഡലം. കഴിഞ്ഞ തവണ 3000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് MP രാജേഷ് വിജയിച്ചത്. എന്നാൽ ഇത്തവണ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും. UDF-ന് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. തങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങളും എല്ലാം ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള വലിയൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം അവിടെ വലിയൊരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ തൃത്താല മണ്ഡലത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. അനിഷ്ട സംഭവങ്ങളോ വോട്ടിംഗ് മെഷീൻ തകരാറുകളോ തൃത്താല മണ്ഡലത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളം ആര് ഭരിക്കണമെന്ന് 2.71 കോടി വോട്ടർമാർ വിധിയെഴുതുന്ന ഒരു വോട്ടെടുപ്പ് ഉത്സവമാണ് ഇന്ന് നടക്കുന്നത്. 883 സ്ഥാനാർത്ഥികൾ 23 ദിവസം നടത്തിയ ചൂടേറിയ പ്രചരണത്തിനൊടുവിലാണ് കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, നടൻ മോഹൻലാൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥികളുമെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 6 വരെ വരിയിൽ നിൽക്കുന്ന ഓരോ പൗരനും കൃത്യമായിട്ട് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കും. ആരെയും വോട്ട് രേഖപ്പെടുത്താതെ തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല. കേരളത്തിൽ 2500 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. ഇവിടെയെല്ലാം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. അതീവ ജാഗ്രതയുള്ള പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സുശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 3 മുന്നണികൾക്കും അതിനിർണായകമാണ്. അതായത് കടുത്ത മത്സരം, 3 മുന്നണികളും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്ന അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. ഇടതുപക്ഷം ഭരിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനത്ത് ഭരണ തുടർച്ച തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. അതേസമയം തന്നെ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം ഭരണത്തിലേക്ക് തിരികെ എത്താമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസവും ശുഭ പ്രതീക്ഷയും UDF നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്നെ NDA കേന്ദ്രത്തിൽ വലിയ ശക്തിയാണ് എങ്കിലും കേരളത്തിൽ വലിയൊരു ശക്തിയാകാൻ ഇതുവരെ NDAക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ കേരളത്തിൽ തങ്ങളുടെ ശക്തി തെളിയിച്ച് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയോടും കൂടിയാണ് NDAയും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതേസമയം രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുണ്ടയോട് 105 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബത്തോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. അതിപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. LDFന് മാത്രമാണ് പ്രതിബദ്ധതയുടെ നാടിന്റെ പുരോഗതിയെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്നും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞു. മറ്റേതെങ്കിലും ഒരു കൂട്ടർക്ക് അതിന് സാധിക്കില്ല. പ്രതിസന്ധിക്കിടയിലും വളരെ നല്ല രീതിയിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയത്. വളരെ കൃത്യതയോടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ടൊന്നും തങ്ങളെ താഴെ ഇറക്കാൻ സാധിക്കില്ല. ജനങ്ങളെയാണ് തങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത്. ജനങ്ങൾ തങ്ങളെയും വിശ്വസിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ള വലിയൊരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. ആ യാത്ര തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും തുടരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അല്പസമയം വോട്ടിംഗ് വൈകിയിരുന്നു. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NDAയും ഈ ഒരു തിരഞ്ഞെടുപ്പിനെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് കാണുന്നത്. കേന്ദ്രത്തിൽ തങ്ങൾക്ക് ശക്തി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനങ്ങളിലും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള വലിയൊരു ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിന് എത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. കേരളത്തിൽ മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. സഭയിൽ ബഹളം ഉണ്ടാക്കാനും ബെഞ്ചിൽ കയറാനും ആകരുത് വോട്ടെന്നും തൂക്കുസഭ വരുമെന്നും അതിൽ BJP നിർണായകമാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. പാലക്കാട്ടെ നോട്ട് വിവാദത്തിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ആ ഒരു ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത്. അതേസമയം ഇത്തവണ ഒരുപാട് താരങ്ങൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. UDFനായാലും BJPക്കായാലും ഒരു താരനിര തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം. കേരളത്തിൽ UDFന് അനുകൂലമായ കാറ്റാണ് വീശുന്നത് എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്. വോട്ടിന് കാശ് നൽകുന്നത് കേരളത്തിൽ കാണാത്ത കാഴ്ചയാണെന്നും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്നും രമേശ് പിഷാരടി പ്രതികരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പണവും സാരിയും നൽകിയാണ് BJP വോട്ടർമാരെ സ്വാധീനിക്കുന്നത് എന്നുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള വലിയ ആരോപണങ്ങൾ പുറത്തു വന്നു. അതിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം വന്നത്. പണവും സാരിയും നൽകുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇപ്പോൾ മാത്രം. നിഴൽ എന്ന് പറയുന്നതിനോട് ഒന്നും പറയാനില്ല. ജനങ്ങൾ കണ്ടു കഴിയുമ്പോൾ കാര്യം മനസ്സിലാക്കും. താൻ ദുർബലനും
അരാഷ്ട്രീയവാദിയും എന്ന് പറയുന്നു. ദുർബലനാണെങ്കിൽ എന്തിന് ഇത്രയും അധിക്ഷേപമെന്നും പിഷാരടി ചോദിച്ചു. തനിക്കെതിരെ കഥയുണ്ടെന്നും 10-ന് ശേഷം പുറത്തുവിടുമെന്നും പറയുന്ന ശോഭയുടെ പ്രസ്താവനയോടും രമേശ് പിഷാരടി പ്രതികരിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപല്ലേ പറയേണ്ടതെന്നും രമേശ് പിഷാരടി ചോദിക്കുകയുണ്ടായി. കേരളത്തിൽ നിർണായകമായിട്ടുള്ള വിധിയെഴുത്താണ് ഇത്തവണ നടക്കുന്നത്. 23 ദിവസത്തെ പ്രചരണ കൊഴുപ്പിനിടയിൽ കേരളം വോട്ടിംഗ് ബൂത്തുകളിൽ എത്തുമ്പോൾ മുന്നണികളെല്ലാം തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 10 വർഷത്തെ ഭരണ തുടർച്ച തന്നെ ലഭിക്കും എന്നുള്ള വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. തങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചുവെന്നും ഇനിയും തുടർഭരണമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുമുള്ള ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഭരണ തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വോട്ടുകൊള്ളയും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത്തവണ ഭരണം മാറ്റം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേന്ദ്രത്തിൽ തന്നെ വലിയ ശക്തി തെളിയിക്കാൻ സാധിച്ച തങ്ങൾക്ക് കേരളത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് NDAയും ഈ വോട്ടെടുപ്പിനെ നോക്കിക്കാണുന്നത്. എന്തായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും കോലാഹലങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ നേരിടേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് എഡിറ്റർ ടോണി ചേരുന്നു. ടോണി, രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. നമ്മൾ കാണുന്നത് പോലെ തന്നെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ നിര കാണുന്നുണ്ട്. അതേസമയം തന്നെ പല ബൂത്തുകളിലും യന്ത്രത്തകരാർ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും വളരെ വേഗം തന്നെ അത് പരിഹരിച്ച് പിന്നീട് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 8%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വോട്ടെടുപ്പിനെ നമ്മൾ വിലയിരുത്തുന്നത്? രമ്യ, അതിനിർണായകമായ 3 മുന്നണികൾക്കും അതിനിർണായകമായ 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ സംസ്ഥാനത്തെ എല്ലാ വോട്ടിംഗ് കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കനത്ത ചൂടാണ്. ഈ ചൂടിന് മുൻപ് തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ശേഷം വീട്ടിലേക്ക് കടന്നു പോകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഏറെക്കുറെ എല്ലാ ബൂത്തുകൾക്ക് മുന്നിലും വലിയ തിരക്ക് ദൃശ്യമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള യന്ത്ര തകരാറ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ചിലയിടങ്ങളിലെല്ലാം ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 10%-ലധികം പോളിംഗ് സംസ്ഥാന വ്യാപകമായി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം, ഗുരുവായൂർ, ഒപ്പം തന്നെ മണലൂർ, തൃത്താല പോലെയുള്ള അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം 10% അടുത്ത് ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ പോളിംഗ് വന്നിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു ട്രെൻഡിന്റെ സൂചനയാണോ, അല്ലെങ്കിൽ കൃത്യമായ 3 മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള പോളിംഗ് ആണെന്ന് പറയാൻ സാധിക്കില്ല. തീർച്ചയായും വൈകിട്ടാകുമ്പോഴേക്കും മാത്രമേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പോളിംഗ് നടക്കുമോ എന്നതെല്ലാം, പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ പുതിയ വോട്ടർമാർക്ക് വേണ്ടി വലിയ പ്രചരണ ക്യാമ്പയിനെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. SIR-ന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സ്വാഭാവികമായും എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടർമാരുടെ എണ്ണത്തിലും വലിയ വർധനയുണ്ട്. തീർച്ചയായും സ്ത്രീ വോട്ടർമാരാണ് മിക്ക സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിൽ ഏകദേശം 120ഓളം മണ്ഡലങ്ങളിൽ സ്ത്രീ വോട്ടർമാർ തന്നെയാണ് കൂടുതലുള്ളത്. തീർച്ചയായും സ്ത്രീ വോട്ടർമാരുടെ ഒരു മനസ്സ് തന്നെയായിരിക്കും വിധി നിർണ്ണയിക്കുക. കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നു. വികസനവും ക്ഷേമവും ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്ലസ് ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് സിറ്റിംഗ് MLA-മാരെ ഏറെക്കുറെ എല്ലാവരെയും പല മണ്ഡലങ്ങളിലും അണിനിരത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ കളം പിടിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്ത് അവർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ അവർ മണ്ഡലത്തിൽ പരിചിതരുമാണ്. ഇതാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ്. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ മാത്രം ഊന്നി വികസനം പറഞ്ഞുകൊണ്ട്, ക്ഷേമം പറഞ്ഞുകൊണ്ട്, അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ ചർച്ചകളൊന്നും കഴിഞ്ഞ 23 ദിവസത്തിനകം നാം കേരളം കണ്ടിട്ടില്ല. ഡീലാവരണം ഉൾപ്പെടെ ചില വിഷയങ്ങൾ വന്നുവെങ്കിൽ പോലും വികസനവും ക്ഷേമവും തന്നെയാണ് പലപ്പോഴും LDF പറഞ്ഞത്. UDF ആകട്ടെ ഇത്തവണ
ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുകയാണ്. തൃക്കാക്കര മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് ലഭിച്ച വോട്ടിങ്ങിന്റെ ഒരു മുന്നേറ്റം അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ അതൊരു തരംഗമായി മാറുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. തൃക്കാക്കര മുതൽ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ ചേലക്കര മാത്രമാണ് ഇത് പ്രധാനപ്പെട്ട എതിരാളികളായ LDF വിജയിച്ചിട്ടുള്ളൂ. പക്ഷേ അപ്പോഴും വോട്ടിംഗ് ശതമാനം, വിജയ ശതമാനം പിടിച്ചു നിർത്തുവാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട്. നഗരപാലിക നിയമം വന്നതിന് ശേഷം നടന്ന കഴിഞ്ഞ 3 പതിറ്റാണ്ടിനകത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റമാണ് UDF സംസ്ഥാന വ്യാപകമായി നടത്തിയത്. ഗ്രാസ് റൂട്ട് ലെവലിൽ CPM-ന് ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു ആധിപത്യം അത് തകരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിൻ്റെ ഒരു വോട്ടിംഗ് ട്രെൻഡ് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതിനനുസൃതമായിട്ടുള്ള വികസന മാതൃകകൾ, ഗ്യാരണ്ടികളെല്ലാം UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ LDF ഇത് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അത് ഒരു വേറെ രീതിയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അതും വേറെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. തീർച്ചയായും രാഷ്ട്രീയ പ്രബുദ്ധമാണ് കേരള ജനത. അവർ ഓരോ തെരഞ്ഞെടുപ്പിനും അനുസരിച്ചുള്ള വോട്ടാണ് രേഖപ്പെടുത്തുക. അത് തീർച്ചയായും നിയമസഭ വരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള വോട്ടാണ് ലഭിക്കുക. നമുക്കറിയാം, ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഒരു മുന്നണിക്കും ഭരണ തുടർച്ച ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് LDF-ന് ആദ്യമായി ചരിത്രം തിരുത്തിക്കൊണ്ട് ഭരണ തുടർച്ച ഉണ്ടായത്. ഇത്തവണ എന്ത് സംഭവിച്ചാലും അതൊരു ചരിത്രം തന്നെയാണ്. ഭരണം മാറ്റമുണ്ടായാൽ രാജ്യത്ത് ഏക ചുവപ്പ് തുരുത്തായി മാറുന്ന കേരളം അത് അവസാനിക്കും. അതല്ല, ഭരണം തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിലുള്ള മുന്നേറ്റമായി, ചരിത്രമായി അത് മാറുകയും ചെയ്യും. NDA ആകട്ടെ ഇത്തവണ അവരവരുടെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ്, പടിപടിയായി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം കണ്ടത്. നമുക്കറിയാം, ലോക്സഭയിലേക്ക് താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വിജയം നേടുകയും ചെയ്തു. അതും കൃത്യമായ വോട്ടുകളുടെ പിൻബലത്തിൽ നേടുകയും ചെയ്തു. ഒപ്പം കേന്ദ്രമന്ത്രിയായി ഒരു കോർപ്പറേഷൻ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഭരിക്കുന്ന തരത്തിലേക്ക് BJP വന്നു. പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 15ഓളം മണ്ഡലങ്ങളിൽ മേൽക്കൈ NDAക്കാണ്. അതിനാൽ തന്നെ അവർ A ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്ന മണ്ഡലങ്ങളെല്ലാം കൃത്യമായ പ്രചരണം അടിത്തട്ടിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ പല തരത്തിലുള്ള രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ടായിരുന്നു. ഘടകകക്ഷികൾ നൽകിയ സീറ്റുകൾ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ നാം കണ്ടു. 2020-ക്കായാലും ഒപ്പം തന്നെ BDS-നായാലും പല സീറ്റുകളും നൽകിയത് BJPക്ക് വലിയ സ്വാധീനമുള്ള വോട്ട് ഷെയർ ഉള്ള മണ്ഡലത്തിൽ അത് നൽകിയത് രാഷ്ട്രീയ എതിരാളികളുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള വ്യാപകമായ ആക്ഷേപങ്ങൾ ഉണ്ടായി. BJP LDF-ഉമായിട്ടുള്ള ഡീലുണ്ട്. ഒപ്പം തന്നെ LDF പറയുന്നത് BJP കോൺഗ്രസുമായി ഡീലുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഡീലുമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ 23 ദിവസത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും ചർച്ച വന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പിന്നീടാണ് തൊട്ട് താഴെ വന്നിട്ടുള്ളൂ. ഡീൽ പോലെയുള്ള ആരോപണം തന്നെയാണ് പ്രധാനമായും വന്നത്. ഇന്നലെ നമ്മൾ പാലക്കാട് കണ്ട സംഭവം, അതുപോലെ തൃശ്ശൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കിറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട്. എന്തായാലും 3 മുന്നണികളും അതിശക്തമായ മത്സരം തന്നെയാണ് നടത്തുന്നത്. കൃത്യമായ രീതിയിലേക്ക് വോട്ട് ഷെയർ ലഭിച്ചുകൊണ്ട് ഭരണ തുടർച്ച LDF സ്വപ്നം കാണുമ്പോൾ ഭരണമാറ്റം UDF-ഉം പ്രതീക്ഷിക്കുന്നു. വലിയ ഒരു ശക്തിയാകാനുള്ള, വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിച്ച് വലിയ ശക്തിയാകാനുള്ള ഒരുക്കത്തിലാണ് NDA. കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് കുന്നംകുളം നിയോജക മണ്ഡലം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി LDF-ന്റെ കോട്ടയാണ്. 15 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 11 തവണയും വിജയിച്ചത് LDF തന്നെയായിരുന്നു. സിറ്റിംഗ് MLA, മുൻ മന്ത്രി, CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ AC മൊയ്തീനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇത്തവണയും കളത്തിലിറങ്ങുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി അക്കമിട്ട് നടത്തിക്കൊണ്ട് നഗരത്തിന്റെ, മണ്ഡലത്തിന്റെ സർവ്വതല സ്പർശിയായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF വോട്ട് അഭ്യർത്ഥിച്ചത്. UDF ആദ്യഘട്ടത്തിൽ കേട്ട പേരുകളൊന്നും ആയിരുന്നില്ല. അവസാന ഘട്ടത്തിൽ തൊട്ടടുത്ത ജില്ലയിൽ നിന്നുള്ള ഒരാളെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. അദ്ദേഹം KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്. UDF-ന്റെ മലപ്പുറം ജില്ലാ ചെയർമാനാണ്. മുൻ MLA കൂടിയായ PT മോഹനകൃഷ്ണന്റെ മകൻ PT അജയ് മോഹൻ കുന്നംകുളത്തേക്ക് വരികയും വന്ന സമയം മുതൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്തു. UDF-ഉം ഒരു തരത്തിലുള്ള കൃത്യമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു മണ്ഡലം തിരിച്ചുപിടിക്കാനാകുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അതിന്റെ റിസൾട്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ജനം അനുകൂലമായി വിധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. കുന്നംകുളത്തിന്റെ ഒരു പൊതു സ്ട്രാറ്റജി പരിശോധിക്കുന്ന സമയത്ത് കുന്നംകുളം നിയോജക മണ്ഡലത്തിനകത്ത് 8 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. കുന്നംകുളം നഗരസഭ, കടങ്ങോട്, കാട്ടകാമ്പാൽ, വേലൂർ, ചൊവ്വന്നൂർ, കടവല്ലൂർ, പോർക്കുളം, എരുമപ്പെട്ടി തുടങ്ങിയ പഞ്ചായത്തുകളുണ്ട്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം സമ്പൂർണ്ണമായി LDF-നൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പേരിന് പോലും ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല, ഒരു അംഗം പോലും UDF-ന് ഉണ്ടാകാത്ത സ്ഥിതിയായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി അല്പം മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു UDF അനുകൂല വേവ് തരംഗം തീർച്ചയായും കുന്നംകുളത്തും ഉണ്ടായിട്ടുണ്ട്. കുന്നംകുളം നഗരസഭ ഭരണം മാറിയിട്ടില്ല, LDF-ന് തന്നെയാണ് ഭരണം. എന്നാൽ മറ്റ് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 8 തദ്ദേശ സ്ഥാപനങ്ങളും LDF-ന്റെ ഭരണമാണ് കണ്ടതെങ്കിൽ ഇത്തവണ 4-4 എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. 4 പഞ്ചായത്തുകൾ UDF ഭരിക്കുന്നു, 3 പഞ്ചായത്തും ഒരു നഗരസഭയും LDF ഭരിക്കുന്നു. കുന്നംകുളം നഗരസഭ, കടങ്ങോട് പഞ്ചായത്ത്, ഒപ്പം തന്നെ കടവല്ലൂർ പഞ്ചായത്ത്, ഇരുവപ്പെട്ടി പഞ്ചായത്തുകളിൽ ഇടത് ഭരണമാണ്. കാട്ടകാമ്പാൽ, വേലൂർ, ചൊവ്വന്നൂർ, പോർക്കുളം പഞ്ചായത്തുകൾ UDF-ന്റെ ഭരണത്തിന് കീഴിലാണ്. ഈ കാട്ടകാമ്പാലും ഒപ്പം തന്നെ വേലൂരിലും ഒപ്പത്തിനൊപ്പമാണ് LDF-ഉം UDF-ഉം ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമാണ്. ഒപ്പം തന്നെ ചൊവ്വന്നൂരിൽ ഏറ്റവും വലിയ കക്ഷി CPM ആണെങ്കിൽ പോലും അവിടെ SDP-യുടെ പിന്തുണയോടുകൂടിയാണ് UDF ഭരണം നടത്തുന്നത്. എങ്കിൽ പോലും ഈ തിരിച്ചടി ഉണ്ടായെന്ന് പറയുന്ന 3 മാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും കുന്നംകുളം നിയോജക മണ്ഡലത്തിനകത്ത് LDF-ന് 12,000-ൽ പരം വോട്ടിന്റെ ലീഡുണ്ട്. അത് അവരുടെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകൾ കൂടിയാണ്. ഇവിടെ TV ചന്ദ്രമോഹന് ശേഷം ഇതുവരെയും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ബാബു പാലിശ്ശേരിയെ 2016 തെരഞ്ഞെടുപ്പിൽ നേരിട്ട CP ജോൺ ആണ് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ മണ്ഡലത്തിൽ നടത്തി 489 വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് ബാബു പാലിശ്ശേരി വിജയിച്ചത്, അല്ലെങ്കിൽ CP ജോൺ പരാജയപ്പെട്ടത്. അന്ന് സ്വതന്ത്രം നേടിയ വോട്ടുകളെല്ലാം CP ജോണിന്റെ പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. തീർച്ചയായും CP ജോൺ ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ശക്തമായ മത്സരം, ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന മത്സരം കുന്നംകുളത്ത് നടന്നിട്ടില്ല. എന്നാൽ ഇക്കുറി ആ സ്ഥിതിക്കെല്ലാം മാറ്റമുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പ്. NDA ആകട്ടെ പടിപടിയായി വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കുന്നംകുളം. വളരെ വോട്ടിംഗ് ശതമാനം കുറവുള്ള, വോട്ടിൽ കുറവ് ലഭിച്ചിരുന്ന മണ്ഡലത്തിൽ പടിപടിയായി വോട്ട് ഉയർത്തുന്ന സ്ഥിതിയാണ് 2016, 2021 പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സരസ്വ ടീച്ചർ മത്സരിക്കുന്ന സമയത്ത് ഉൾപ്പെടെ BJP-ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഇവിടെ BDJS-ന് സീറ്റ് നൽകുന്ന സ്ഥിതി ഉണ്ടായി. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിലേക്കും BJP-യുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട പുതുമുഖങ്ങൾ, നേതൃത്വം എല്ലാം തൊട്ടടുത്തുള്ള BJP സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിനിലാണ് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് മുന്നണി എന്ന രീതിയിൽ ചർച്ച ചെയ്ത് സജീവമായിട്ടുണ്ട്. തീർച്ചയായും അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ അത് കുറഞ്ഞു പോയ വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് അത് വഴിവെക്കും. അവർക്ക് അവരുടെ വോട്ടിംഗ് ഷെയർ മാറാത്ത രീതിയിലുള്ള പ്രചരണം അവർ കാണുന്നു. അതിനനുസരിച്ച് വോട്ടിംഗ് പോൾ ചെയ്യിപ്പിക്കാനുള്ള സ്ഥിതിയും അവിടെയുണ്ട്. ഗുരുവായൂരിൽ നമുക്കറിയാം, ഗുരുവായൂരിലും ഇടത് ആധിപത്യം തന്നെയാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി നാം കാണുന്നത്. ഇത്തവണ അവിടെ വലിയ തോതിൽ സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യുന്ന രീതിയിൽ വർഗീയ പരാമർശങ്ങൾ ഉണ്ടായ മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ. അഡ്വക്കേറ്റ് V. ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പലപ്പോഴും കോടതിയെല്ലാം ഇടപെടുന്ന സ്ഥിതി ഉണ്ടായി. ഏറ്റവും അവസാനം പോലും അദ്ദേഹത്തിന്റെ പരാമർശം ഉറച്ചു നിൽക്കുകയും ഫ്ലെക്സ് ഉയർത്തുകയും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത്. തീർച്ചയായും ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പും വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മണലൂരിൽ നമുക്കറിയാം, മണലൂരിൽ ശക്തമായ മത്സരം നടക്കുന്ന നിയോജക മണ്ഡലം കൂടിയാണ് മണലൂരിൽ. AICC അംഗം കൂടിയായിട്ടുള്ള TN പ്രതാപൻ, അദ്ദേഹം മുൻ MP ആണ്. അദ്ദേഹമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പ്രൊഫസർ C. രവീന്ദ്രനാഥ് LDF-ന് വേണ്ടി മത്സരിക്കുന്നു. KK അനീഷ് കുമാർ, മുൻ BJP ജില്ലാ സെക്രട്ടറിയും കൂടിയായിട്ടുള്ള അദ്ദേഹമാണ് മണലൂരിൽ മത്സരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണലൂരിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും ഏറെ നിർണായകമാണ്. തൃത്താലയാണ് നമ്മുടെ പരിധിയിലുള്ള മറ്റൊരു നിയോജക മണ്ഡലം. തൃത്താലയിൽ സംസ്ഥാനം ഉറ്റുനോക്കുന്ന വലിയ തെരഞ്ഞെടുപ്പാണ്. ഹൈ പ്രൊഫൈൽ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തൃത്താല. MP രാജേഷും, മന്ത്രി കൂടിയായ MP രാജേഷും മുൻപ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച VT ബൽറാമും തമ്മിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തൃത്താല. ഓരോ വോട്ടും അതിനിർണായകമായ ഒരു മണ്ഡലം. അവിടെ കൃത്യമായ പ്രചരണം, ശക്തമായ പ്രചരണം, രാഷ്ട്രീയ വിവാദങ്ങൾ, സംവാദ വെല്ലുവിളികളെല്ലാം നടന്ന മണ്ഡലം കൂടിയാണ് തൃത്താല. തൃത്താലയിലും തീർച്ചയായും വലിയ ഒരു പോരാട്ടം തന്നെ നടക്കുന്നു. സംസ്ഥാനത്ത് ആദ്യ 2 മണിക്കൂർ പിന്നിടുന്ന സമയത്ത് സംസ്ഥാനത്തെ ആകെ വോട്ടിംഗ് ശതമാനം 10% അധികം വന്നിട്ടുണ്ട്. ഇപ്പോൾ 16.10%. 2.5 മണിക്കൂർ പിന്നിടുന്ന സമയത്ത് സംസ്ഥാനത്ത് 16.10% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ ഉൾപ്പെടെയുള്ള തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുന്നംകുളത്ത് 10.04% വോട്ടിംഗിലേക്ക് പോളിംഗ് ശതമാനത്തിൽ എത്തിയിരിക്കുന്നു. ഗുരുവായൂരിൽ 10.08%, മണലൂരിൽ 10.09%. തൃത്താലയിൽ അതിശക്തമായ മത്സരം. തൃത്താലയിൽ 14.08% പോളിംഗ് ആദ്യ 2.5 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂടിന്റെ ഒരു ആധിക്യം പരിഗണിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം ഏറ്റവും ആദ്യ മണിക്കൂറിൽ, ആദ്യ നിമിഷങ്ങളിൽ തന്നെ വലിയ തിരക്കാണ് എല്ലാ ബൂത്തുകളിലും ഉണ്ടായത്. താരതമ്യേന കുറവായിട്ടുള്ള
വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് മാത്രമാണ്. ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യാപകമായ രീതിയിലുള്ള വോട്ടിംഗ് മെഷീനുകളുടെ തകരാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. രാത്രി വൈകിട്ട് 6 മണിക്ക് ശേഷവും പല സ്ഥലത്തും വോട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരുന്നു. താരതമ്യേന കുറവാണ് പലയിടത്തും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങളും സംഘർഷങ്ങളും ഒരിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായും വളരെ സമാധാനപരമായി വോട്ടിംഗ് നടക്കുന്നു. എല്ലാവരെയും പോളിംഗ് കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള കൃത്യമായ ശ്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷനും നടത്തിയിട്ടുണ്ട്. നമുക്കും വോട്ടർമാരോട് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മൗലികമായ അവകാശം വോട്ട് രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഏത് പാർട്ടിക്ക് എന്നതല്ല, കൃത്യമായ രീതിയിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. രാഷ്ട്രീയരായി മാറുകയല്ല, കൃത്യമായി തങ്ങളുടെ രാഷ്ട്രീയം ഭാവി അടുത്ത 5 വർഷക്കാലം ആര് ഭരിക്കണം അല്ലെങ്കിൽ ആരായിരിക്കണം തങ്ങൾ നയിക്കുന്നത് കൃത്യമായി ബോധ്യത്തോടുകൂടി എല്ലാവരും പോളിംഗ് ബൂത്തിലെത്തുക, വോട്ടുകൾ രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. രമ്യ, എന്തായാലും ആദ്യ 2.5 മണിക്കൂർ പിന്നിടുന്ന സമയത്ത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പോളിംഗ് ഉയർന്നിരിക്കുകയാണ്. ഇത് 3 മുന്നണികളുടെയും മനസ്സിൽ ചങ്കിടിപ്പിനൊപ്പം തന്നെ വലിയ പ്രതീക്ഷകളും നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ദിവസവും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അവകാശവാദങ്ങളൊക്കെയും കണ്ടു. മുഖ്യമന്ത്രി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞു. വി ഡി സതീശൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 100+ സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷനാകട്ടെ ഇത്തവണ തങ്ങൾ കറുത്ത കുതിരകളായി മാറും, നിർണായകമായ സീറ്റുകൾ തങ്ങൾ പലയിടത്തും നേടും എന്ന് പറയുകയും ചെയ്തു. അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അവകാശവാദങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള ആത്മവിശ്വാസങ്ങൾ, പ്രതീക്ഷകളെല്ലാം 3 മുന്നണികളുടെയും നായകന്മാർ പറയുന്ന കാഴ്ചയ്ക്കും നാം ഇന്ന് സാക്ഷ്യം വഹിച്ചു. തീർച്ചയായും വൈകിട്ട് വരെയുള്ള കണക്കുകൾ കഴിഞ്ഞ പോളിംഗിനേക്കാൾ കൂടുതൽ ഉയർന്നാൽ അത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും എന്നുള്ള ചർച്ചകളെല്ലാം സജീവമാകും. ഇനി 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ജനവിധി എന്തെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ലഭിക്കാത്ത രീതിയിൽ വളരെ കുറവ് ദിവസങ്ങൾ മാത്രമേ എല്ലാ മുന്നണികൾക്കും പ്രചരണത്തിനായി ലഭിക്കുകയും ചെയ്തുള്ളൂ. അതിൽ തന്നെ വിശുദ്ധ ഭാരമെല്ലാം വന്നു. പല ദിവസങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് എല്ലായിടത്തേക്കും എത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ദിവസങ്ങളെല്ലാം കടന്നു വരികയും ചെയ്തു. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തേണ്ടി വന്നു. UDF-നാകട്ടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്യമായ രീതിയിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് UDF ഇത്തവണ അല്പം വൈകി ആണ് കളത്തിലേക്ക് ഇറങ്ങിയത്. LDF-ഉം BJP-യും ഏറെക്കുറെ നേരത്തെ പ്രഖ്യാപിച്ചു. എന്നാൽ തന്നെ കളത്തിലേക്ക് ഇറങ്ങിയ ശേഷം അവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് UDF-ന്റെ ഒരു അവകാശവാദം. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലായിട്ടാണ് വോട്ടെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 883 സ്ഥാനാർത്ഥികൾ 23 ദിവസം നടത്തിയ ചൂടേറിയ പ്രചരണങ്ങൾക്കൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തിയത്. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 വരെ പോളിംഗ് ബൂത്തിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താം. സംസ്ഥാനത്ത് ആകെ 2500 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. ഇവിടെയെല്ലാം പ്രത്യേക ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടത്തും വെബ്കാസ്റ്റിംഗ് ഉണ്ട്. 3 മുന്നണികൾക്കും അതിനിർണായകം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം ഭരിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനത്ത് ഭരണ തുടർച്ച തീർച്ചയായും LDF ലക്ഷ്യമിടുകയാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDF ഇത്തവണ തിരികെ എത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. ശക്തി തെളിയിച്ച് തങ്ങൾ വോട്ടിംഗ് ഷെയർ നേടുക മാത്രമല്ല കൃത്യമായ രീതിയിലുള്ള വിജയം നേടുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തെളിയിച്ച BJP ഇത്തവണ നിയമസഭയിൽ വീണ്ടും നേമത്ത് പൂട്ടിയ അക്കൗണ്ട് ഉൾപ്പെടെ പല സ്ഥലത്തും തങ്ങൾക്ക് സാധ്യതയുള്ള A-ക്ലാസ് മണ്ഡലങ്ങളെല്ലാം ശക്തമായ സാന്നിധ്യം മാറുകയും വിജയം നേടുകയും ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് രമ്യ. വോട്ടെടുപ്പ് പുരോഗമിച്ച് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 16% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ യുവ വോട്ടർമാരുടെ സ്വാധീനവും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ നിർണായകമായി തന്നെ ബാധിക്കും എന്നാണ് വിലയിരുത്തൽ. രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. എന്നാൽ ചില ബൂത്തുകളിൽ യന്ത്ര തകരാറുകൾ സംഭവിക്കുകയും അരമണിക്കൂറോളം വോട്ടെടുപ്പ് തടസ്സപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. എന്നിരുന്നാൽ പോലും തന്നെ രാവിലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. വെയിലിൻ്റെ കാഠിന്യം സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. ഒരുപക്ഷെ ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ നേരത്തെ തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് എത്രമാത്രം പോളിംഗ് നടന്നു എന്നുള്ള കണക്കിൽ കൃത്യത ഉണ്ടാവുകയുള്ളൂ.
എന്തായാലും ഈ വോട്ടെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പൊതുജനങ്ങൾ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ ആരോഗ്യസ്ഥിതി മറന്ന് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുകയാണ്. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 149-ാം ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 153 വോട്ടുകൾ രേഖപ്പെടുത്തിയതിന് പ്രശസ്ത ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. അതിനുശേഷം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. വൈറ്റിലേക്ക് എപ്പോഴും പോലെ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മതേതരത്വം, അതുപോലെ നമ്മുടെ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സൗഹാർദ്ദവും നിലനിർത്തുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇപ്പോൾ മുന്നിൽ ഉള്ളത്. അത് നിർവഹിക്കുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കുന്നംകുളം. ഇത്തവണ BDJ സ്ഥാനാർത്ഥിയാണ് NDAയ്ക്കായി രംഗത്തുള്ളത്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രി കൂടിയായ കഴിഞ്ഞ ടേമിൽ MLA കൂടി 3ാം തവണ അംഗക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. UDFന് വേണ്ടി PT അജയ് മോഹനാണ് മത്സര രംഗത്തുള്ളത്. ജനങ്ങളുടെ ഒപ്പമാണല്ലോ എന്നും. അവരൊപ്പം ഇങ്ങനൊരു അവസരം കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇതൊരു സമയത്ത് നോട്ട് ചെയ്യാൻ പോലല്ല, ഇത് പ്രത്യേകതയുണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവരൊപ്പം നിൽക്കുമ്പോൾ സാധാരണക്കാരനായിട്ട് തന്നെ ഫീലായി. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 7 മണിക്ക് തന്നെ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടർമാരുടെ വലിയൊരു പങ്കാളിത്തമാണ് കുന്നംകുളം മണ്ഡലത്തിൽ ഉടനീളം നമുക്ക് ദൃശ്യമായത്. വരികളിൽ തിരക്ക്, കടുത്ത വേനൽ ചൂട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്താനായി മുതിർന്ന പൗരന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ 7 മണിക്ക് തന്നെ മുമ്പ് തൃശൂർ LDF സ്ഥാനാർത്ഥി ആലംകോട് ലീലാകൃഷ്ണൻ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. തീർച്ചയായും ഇത്രയും സുതാര്യമായും ഇത്രയും കൃത്യതയോടുകൂടിയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യ പോലെ വേറെയില്ല. വിശേഷം കേരളം. വളരെ രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകളാണ് കേരളത്തിലെ വോട്ടർമാർ. ഞാൻ ഓർമ്മ വെച്ചാൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽക്ക് ഒരു വോട്ടും പാഴാക്കാതെ കൃത്യമായി വോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ അവിടെ നിന്ന് രാവിലെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ജനാധിപത്യം വിജയിക്കണം. എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഈ ജനാധിപത്യ പ്രക്രിയയിൽ അതിൻ്റെ ചിട്ടയോടും അതിൻ്റെ നിയമത്തിനനുസരിച്ചും പ്രവർത്തിച്ചാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ യഥാർത്ഥമായ വിജയമായിരിക്കും ഉണ്ടാവുക. ഞാനും അതിൽ പങ്കാളിയാകുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. വിധി നിർണയിക്കുന്ന വോട്ടെടുപ്പാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ കാണുന്ന മികച്ച പോളിംഗ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 23 ദിവസത്തെ പ്രചരണത്തിനൊടുവിൽ VK ഹരിനാരായണൻ വോട്ട് രേഖപ്പെടുത്തി. അറിയാം, ഇന്ത്യയിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുകയാണ്. നമ്മുടെ സംസ്ഥാനം അടുത്ത 5 വർഷത്തേക്ക് ആരാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അതിൽ ഏറ്റവും വിലപ്പെട്ട സമ്മതിദാനം വിനിയോഗിക്കുന്നു. നമ്മൾ
കഴിഞ്ഞ കുറച്ച് ദിവസം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. ആളുകൾ പലപ്പോഴും ഒരു പുതിയ കാലഘട്ടത്തിലുള്ളവരൊക്കെ ഒരു വിമുഖത വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു എന്നുള്ളത്, അത് സത്യമാവാതിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതത്രയും വിലയുള്ളൊരു കാര്യമാണ്. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ടത് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക്, നമ്മുടെ നാട് ചലിപ്പിക്കാൻ കഴിയുന്നവർക്ക് നൽകുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അത് സംഭവിക്കട്ടെ. എല്ലാവരും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവട്ടെ. വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ദൃശ്യമാകുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര തന്നെയാണ് പല ബൂത്തുകളിൽ നിന്നും നമുക്ക് കാണാവുന്നത്. വരികളിൽ തിരക്ക്. കടുത്ത വേനൽ ചൂട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് മുതിർന്ന പൗരന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ 7 മണിക്ക് മുമ്പ് തന്നെ ബൂത്തുകളിൽ എത്തി തുടങ്ങിയിരുന്നു. 8 മണിയായപ്പോഴേക്കും മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ നീണ്ട വരികളാണ് ദൃശ്യമായത്. മോക്ക് പോളിംഗിന് ശേഷം ചില ബൂത്തുകളിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിലവിൽ പോളിംഗ് സുഗമമായി നടക്കുകയാണ്. ചൂട് കണക്കിലെടുത്ത് വോട്ടർമാർക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരി നിൽക്കുന്നവർക്കായി എല്ലാ ബൂത്തുകളിലും കുന്നംകുളം മേഖലയിൽ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ദാഹമകറ്റാൻ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കുടിവെള്ളം സജ്ജമാണ്. മുതിർന്ന പൗരന്മാർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ബൂത്തുകളിലെത്താൻ വീൽചെയറുകളും സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ട്. കുന്നംകുളം മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കാനായി കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൗണിലും സമീപ പഞ്ചായത്തുകളിലും പോലീസിന് കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. രാവിലെ മുതൽ കാണപ്പെടുന്ന വോട്ടർമാരുടെ വലിയ നിര മണ്ഡലത്തിലെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഔദ്യോഗിക പോളിംഗ് ശതമാനം സംബന്ധിച്ച വിവരങ്ങളും വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. എരുമപ്പെട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ C ബ്ലോക്കിൽ 158-ാം ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്നതായി ഒരു ആക്ഷേപമുണ്ട്. രാവിലെ 8 മണി മുതൽ 1 മണിക്കൂറോളമായി വരിയിൽ വയോധികരുൾപ്പെടെയുള്ളവർ സ്ത്രീകൾ കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് പരാതിയായി വരികയും ചെയ്തിരുന്നു. ഇടുങ്ങിയ ക്ലാസ് റൂമും വരാന്തയുമായതിനാൽ കനത്ത ചൂടിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് എന്നും വോട്ടർമാർ പറയുകയുണ്ടായി. ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ LDF മുന്നേറ്റം ഉണ്ടാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ബ്ലാങ്ങാട് PV LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം CCTVയോട് സംസാരിക്കുകയായിരുന്നു. ഒരു മാസക്കാലം നീണ്ട പ്രചരണത്തിനൊടുവിൽ ജനങ്ങൾ LDFന് അനുകൂലമായ രീതിയിൽ 3ാം ഭരണത്തിനായി വോട്ട് രേഖപ്പെടുത്താനുള്ള കാഴ്ചയാണ് കാണപ്പെടുന്നത് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. വോട്ടെടുപ്പ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 16.10% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് 6 മണിയോടെ എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് അറിയാനാവും. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ, താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് നമുക്കറിയാം വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത്. 23 ദിവസം മാത്രമാണ് ലഭ്യമായത്. എങ്കിൽ കൂടി ഈ ഒരു 23 ദിവസം നല്ല രീതിയിൽ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസമുണ്ട് മുന്നണികൾക്ക്. തുടർ ഭരണമാണോ ഒരു ഭരണമാറ്റമാണോ ഉണ്ടാവുക എന്നുള്ള ഒരു ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും ഒക്കെയാണ് മുന്നണികൾക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും തങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായിട്ട് ആരിലേക്കാണ് എത്തേണ്ടത് എന്നുള്ള തികച്ച ബോധ്യത്തിൽ തന്നെയാണ് ഈ ഒരു വോട്ടെടുപ്പിനെ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പൊതുജനങ്ങളുടെ വരിയും നിരയും എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സമ്മതിദാനാവകാശം നേരത്തെ തന്നെ രാവിലെ തന്നെ ബൂത്തുകളിൽ എത്തി വിനിയോഗിച്ചിരുന്നു. ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ NDAക്ക് വലിയ ശക്തി തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം വലിയ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷമാണ് കേരളത്തിൽ ഭരണം കൈയാളുന്നത്. വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. 10 വർഷം തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടവേളകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ ഇടതുപക്ഷം
തന്നെ തുടർ ഭരണത്തിൽ വരണം എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണ പൊതുജനങ്ങളിലേക്ക് തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നിരത്തിക്കൊണ്ട് ഈ വോട്ടെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത്, തുടർ ഭരണം പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒരു ഭരണമാറ്റം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് UDF കേന്ദ്രം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ശബരിമല വിഷയം ഉൾപ്പെടെ, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ, ഡീൽ ആരോപണം ഉൾപ്പെടെ ചർച്ചയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് മുന്നണികൾക്കിടയിലെല്ലാം തന്നെ സ്ഥാനാർത്ഥി നിർണയവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. വളരെ വൈകിയാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തത്. അത് തന്നെ പാർട്ടിക്കുള്ളിൽ പല അസ്വാരസ്യങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. പാർട്ടി വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയും ഇത്തവണത്തെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു UDF അനുകൂല സാഹചര്യമാണ് തങ്ങൾക്ക് ഉള്ളത് എന്നുള്ള വലിയൊരു ശുഭാപ്തി വിശ്വാസമാണ് പ്രതിപക്ഷത്തിനുള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ UDFന് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ഫലവത്താവും. ആ ഒരു ആത്മവിശ്വാസമാണ് UDF നേതൃത്വത്തിനുള്ളത്. സാധാരണ മാറി മാറി ഭരണം UDFും LDFും മാറി മാറി ഭരണം കൈയാളുന്ന സംസ്ഥാനമാണ് കേരളം. എങ്കിൽ കൂടി കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് LDF തന്നെയാണ് കേരളത്തിൽ ഭരണം തുടരുന്നത്. എന്നാൽ ഇത്തവണ തീർച്ചയായും ഒരു ഭരണ മാറ്റം ഉണ്ടാകും. കൃത്യമായിട്ടുള്ള ശക്തരായിട്ടുള്ള ജനസ്വാധീനമുള്ള സ്ഥാനാർത്ഥികളാണ് തങ്ങൾ രംഗത്ത് ഇറക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു ആത്മവിശ്വാസവും, ഡീൽ ആരോപണം, ശബരിമല സ്വർണ്ണക്കൊള്ള, ശബരിമല വിഷയം, ഇതെല്ലാം ജനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തവണ തങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തി ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയാണ് UDF നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ NDAയ്ക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. കേന്ദ്രത്തിൽ വലിയ രീതിയിൽ ശക്തി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അത്തരത്തിൽ ഒരു ശക്തി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. NDAയുടെ സ്വാധീനം കേരളത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് സാധിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലും വിലയിരുത്തലിലുമാണ് NDA നേതൃത്വം. പ്രത്യേകിച്ച് ഡീൽ ആരോപണം, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പണവും സാരിയും കൊടുത്ത വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ ആരോപണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം വരെ BJPക്കെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജനങ്ങൾ ഈ ആരോപണങ്ങളെ ഏതെല്ലാം രീതിയിലാണ് കണ്ടിട്ടുള്ളത്? പ്രത്യേകിച്ച് ഗുരുവായൂരെല്ലാം വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം ജനങ്ങൾ ഏത് രീതിയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്? തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി ആരിലേക്കാണ് എത്തുന്നത് എന്നെല്ലാം ജനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ അവകാശം, ജനങ്ങളുടെ സമ്മതിദാനാവകാശം, ജനങ്ങളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഇന്ന് വിനിയോഗിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായിട്ട് വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് രാവിലെ മുതൽ എത്തിയിരുന്നു. ഇത് മുന്നണികൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്നുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഓരോ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും വിലയിരുത്തുന്നത്. അതിന്റെ ഒരു തിരക്കാണ് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ കാണുന്നത് എന്നാണ് ആദ്യ മണിക്കൂറുകളിൽ വിലയിരുത്തുന്നത്. എങ്കിലും വൈകിട്ടോടു കൂടി മാത്രമാണ് നമുക്ക് ഇതിന്റെ ഒരു അന്തിമ കണക്കുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് രാവിലെ തന്നെ നല്ല ചൂടുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊക്കെ ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വളരെ നേരത്തെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായിട്ട് ആളുകൾ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ഒരുപക്ഷെ കുറയാം. എങ്കിൽ കൂടി വൈകുന്നേരത്തോടു കൂടി നമുക്ക് അന്തിമ കണക്കുകൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പല കേന്ദ്രങ്ങളിലും ചെറിയ രീതിയിൽ മെഷീൻ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. പോലീസിന്റെ സുരക്ഷയിലാണ് എല്ലാ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളും ഉള്ളത്. ക്രിട്ടിക്കൽ ബൂത്തുകളുണ്ട്, പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയെല്ലാം കേന്ദ്രസേന ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള വോട്ടർമാർക്ക് വേണ്ടി അതിനുള്ള സൗകര്യങ്ങളും എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബൂത്തുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രായമായവർക്ക് വരി നിൽക്കാതെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും പല
ബൂത്തുകളിലും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവ വോട്ടർമാരുടെ സമ്മതിദാന അവകാശവും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള വിധിയാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് യുവ വോട്ടർമാരെ ആകർഷിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുത്ത ബൂത്തുകളിൽ മധുരം നൽകി അവരെ വോട്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വിളംബര ജാഥയെല്ലാം നടത്തിയിരുന്നു. അത്തരത്തിൽ ഓരോ പൗരനും, യുവ വോട്ടർമാരായാലും ഓരോ പൗരനും തങ്ങളുടെ വോട്ടവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കണം. അത് അവരുടെ ജനാധിപത്യ അവകാശമാണ്, ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാണ് ഇവിടെ ഭരിക്കേണ്ടത്, തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ആരുടെ കയ്യിലാണ് സുരക്ഷിതം. ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ സമ്മതിദാന അവകാശം അത്രമേൽ വിലപ്പെട്ടതാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പൗരനും സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അത് നിർണായക വിധിയെഴുത്താണ് സമ്മാനിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വോട്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പുതിയ സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയത്. പ്രത്യേകിച്ച് യുവ വോട്ടർമാരിലേക്ക് കൂടി ജനാധിപത്യത്തിൻ്റെ അവകാശവും സ്വാതന്ത്ര്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പല സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ട് 3 മണിക്കൂർ പിന്നിടുകയാണ്. 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ആണ് ഇപ്പോൾ 10 മണിയോട് അടുക്കുന്നു. 17.6% 6.0% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴും പല ബൂത്തുകളിലും തിരക്ക് നമുക്ക് കാണാവുന്നതാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ തിരക്ക് തന്നെയാണ് കാണുന്നത്.